കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പറയുന്നത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്, അതുപോലെ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ബി സ്റ്റാർട്ട്. ആദ്യമായി നമുക്ക് വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്, അതുപോലെ അല്ലെങ്കിൽ നമുക്ക് പലരും കേട്ടൊരു വേർഡാണെന്ത് മാനേജ്മെൻറ്റ് എന്നുള്ളത്. നമ്മളൊന്നൊരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം അതൊരു മാനേജ്മെൻറ്റ് സ്ഥാപനമാണ്, അതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് എന്നിങ്ങനെ നമുക്കത് കേൾക്കാൻ കഴിയും. അതൊരു മാനേജ്മെൻറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് പല രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. According to the modern view, management is the coordination of all resources through the process of planning, organizing, staffing, directing and controlling in order to attain stated objective. മോഡേൺ വ്യൂവിൽ നമുക്ക് റിസോഴ്സസ് ആയിട്ടുള്ള സ്റ്റാഫിങ്, കൺട്രോളിങ്, ഡിറക്റ്റിംഗ്, ഓർഗനൈസിങ് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സൺ ആക്ടിവിറ്റി അല്ല, അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്ടിവിറ്റിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റിൽ എന്തായാലും അവിടെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും, ഒരു ഗോൾ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആദ്യമായി നമുക്ക് ജോർജ് ആർ ടെറിയുടെ ഡെഫിനിഷൻ നോക്കാം. ജോർജ് ആർ ടെറി പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്ട് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, activating and controlling, all of which are performed, determined and accomplished to objective by the use of human being and other resources. ഇതാണ് ജോർജ് ആർ ടെറി പറയുന്നത്. അടുത്തത് നമുക്ക് FW ടൈലറിൻ്റെ മറ്റൊരു തിയറി പറയാം. FW ടൈലർ പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ഇൻ ദ ബെസ്റ്റ് ചീപ്പസ്റ്റ് വേ. ഇതാണ് FW ടൈലർ പറയുന്നത്. അടുത്തത് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ 8 പോയിന്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റിൽ എന്തായിരിക്കും, ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ലക്ഷ്യമാണ്, ഒരു ഗോൾ വെച്ചു, നമ്മൾ ഈ വർഷം 2 കോടിയുടെ ടേൺ ഓവർ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ഒരു വർഷം ആ കമ്പനി പ്രവർത്തിക്കുന്നത് ആ 2 കോടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ഫസ്റ്റ് പോയിന്റ്, മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. രണ്ടാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി, ഒരു കൂട്ടം വ്യക്തികളുടെ തീരുമാനങ്ങളും സജഷൻസുകളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ് ഒരു മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റിയാണ്. കാരണം നമുക്ക് ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്നും എങ്ങനെയാണെന്നും പഠിപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെ പല രീതിയിലും മാനേജ്മെൻറ്റിനെ പറ്റി നമുക്ക് അറിയാനും കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. നാലാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു മാനേജ്മെൻറ്റ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എത്ര കാലമുണ്ടോ അത്രത്തോളം കാലം അവിടെ മാനേജ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഒരു ഇത്ര വർഷത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഒന്നും ഒരിക്കലും പറയില്ല. ആ ബിസിനസ് എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം അവിടെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ നാലാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഈസ് ഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ്. അഞ്ചാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് അറ്റ് ആൾ ലെവൽ. മാനേജ്മെൻറ്റ് എല്ലാ ലെവലിലും ഇൻക്ലൂഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു ലെവലിൽ മാത്രം മാനേജ്മെൻറ്റ് ഇൻക്ലൂഡാണ്, മറ്റൊരു ലെവലിൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് അല്ല. അപ്പോൾ മാനേജ്മെൻറ്റ് ഉള്ളൊരു ലെവലിൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുകയും മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു ലെവലിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് നീഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അടുത്തത് ആറാമത്തെ പോയിന്റ്, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ.
ഡൈനാമിക് ഫങ്ഷനാണ്. നമുക്ക് സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങളും കാര്യങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. അടുത്തത് 7ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ ആണ് മാനേജ്മെൻറ്റ്. നമുക്ക് ഒരിക്കലും ഒരു മാനേജ്മെൻറ്റിനെ പോയി കാണാൻ കഴിയും, ഒരു മാനേജ്മെൻറ്റ് കാണാൻ കഴിയില്ല. ഒരിക്കലും ഇതാണ് മാനേജ്മെൻറ്റ് തൊട്ട് നോക്കാനൊന്നും നമുക്ക് കഴിയില്ല. അത് ടാഞ്ചിബിൾ ഒരു ഒബ്ജക്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് പറയാം 7ാമത്തെ പോയിൻ്റാണ് എന്ത്, മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ. 8ാമത്തെ ലാസ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡൈമെൻഷൻ. മാനേജ്മെൻറ്റ് മൾട്ടി ഡൈമെൻഷനിലാണ്. അത് ഫസ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, 2ാമത്തെ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, 3ാമത്തെ പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിലുള്ളത്. ഫസ്റ്റ് പോയിന്റ് മാനേജ്മെൻറ്റ് ഇസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്, 2ാമത്തത് മാനേജ്മെൻറ്റ് ഇസ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി, 3ാമത്തത് മാനേജ്മെൻറ്റ് ഇസ് ഡിസ്റ്റിങ്ക്റ്റീവ്, 4ാമത്തത് മാനേജ്മെൻറ്റ് ഇസ് എ going or continuous process, 5ാമത്തെ മാനേജ്മെൻറ്റ് നീഡ് അറ്റ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, 6ാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക് ഫങ്ഷൻ, 7ാമത്തത് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ, 8ാമത്തത് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡൈമെൻഷൻ. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഇതിൽ 5 പോയിന്റുകളാണ് ഉള്ളത്. 5 പോയിന്റുകളാണ് ഇതിലുള്ളത്. അത് നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അതിലെന്തായാലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഒരു ഒബ്ജക്റ്റീവ്, ഒരു ഗോൾ എന്തായാലും ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇൻ കേസ് ഒരു കമ്പനിയിലൊരു മാനേജ്മെൻറ്റ് ഒന്നുമില്ല, അവിടെ അധികം ഒരു ഓപ്പറേഷൻസ്, ഒരു സാധാരണ എപ്പോഴും ഒരേ ഒരു രീതിയായിരിക്കും ഉണ്ടാവുക. അവിടെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവിടെ പ്രത്യേകിച്ചൊരു നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അവിടെ ഇൻക്ലൂഡ് ആയിട്ടില്ല. പക്ഷേ ഒരു മാനേജ്മെൻ്റ് ഉള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗോൾ ഉണ്ടായിരിക്കും, അവിടെ ലക്ഷ്യം ഉണ്ടായിരിക്കും. അവിടുത്തെ മാനേജേഴ്സും അതുപോലെ വർക്കേഴ്സും എല്ലാം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവിടെ വർക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് പറയുന്നത് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. 2ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എന്തെന്നാൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസും അതുപോലെ മെഷീനറിയും എല്ലാം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം 2ാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി. 3ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് മാനേജ്മെൻറ്റിനെ കൊണ്ട് കഴിയും. അപ്പോൾ 3ാമത്തെ പോയിന്റ്, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ പല രീതിയിലുള്ള വർക്കേഴ്സ്, പല ബാക്ക്ഗ്രൗണ്ടിലും പല സിറ്റുവേഷനിലും വരുന്ന വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്കില്ലും കാര്യങ്ങളും അവർക്ക് നോളജും കാര്യങ്ങളും അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അത് പേഴ്സണലി അവർക്ക് സാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് 3ാമത്തെ പോയിന്റ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ടു അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. 4ാമത്തെ പോയിൻ്റാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്. നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്ത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് സൊസൈറ്റിക്ക് കൊടുത്താൽ സൊസൈറ്റിയിൽ നമുക്ക് നല്ലൊരു വാല്യൂ ഉണ്ടാവും. നല്ലൊരു വാല്യൂ ഉണ്ടാവുകയും അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് തിരിച്ചും നമ്മളെ കമ്പനിക്ക് ഒരു വാല്യൂ ഉണ്ടാവും. നമുക്കത് പ്രൊഡക്ഷനിൽ സെയിൽസിലൊക്കെ അത് ഇൻക്രീസ് ചെയ്യും. നമുക്ക് പ്രോഫിറ്റൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് കമ്പനിക്കും നമുക്കും നേട്ടമാണ്. അതുകൊണ്ടാണ് 4ാമത്തെ പോയിന്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. 5ാമത്തെ പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ഡൈനാമിക് സിറ്റുവേഷൻ. നമ്മൾ പറഞ്ഞു ചില ടൈമിൽ നമുക്ക് ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കോളുന്നില്ല. അൺഫേവറബിൾ ആയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ള പോളിസി അല്ലെങ്കിൽ ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് ഫങ്ഷൻസ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് തീരുമാനങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഇത്രയും 5 പോയിൻ്റാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഫസ്റ്റ് പോയിന്റ് അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്, 2ാമത്തത് മാനേജ്മെൻറ്റ് ഇൻക്രീസ് എഫിഷ്യൻസി, 3ാമത്തത് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ടു അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, 4ാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി, 5ാമത്തത് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അടുത്തത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 തരം ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, 2ാമത്തതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, 3ാമത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്.
അതിൽ ഫസ്റ്റ് വൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിൽ 3 പോയിന്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് പോയിന്റാണ് പ്രോഫിറ്റ്. Management should ensure efficient utilization of human and other physical resources. This will reduce wastage and increase efficiency of production. The net result will be lower cost of production. This lead to fair return to their owner and better remuneration of workers. ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഓർഗനൈസേഷനിൽ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ മെഷീനറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. Management should lead business to growth and prosperity. It provides leadership to business and help in the profitable expansion of the business. Thus, it secures maximum happiness and prosperity to the employee and other members to the public. ഇപ്പോൾ ഒരു കമ്പനി എത്രത്തോളം വളരുന്നുണ്ടോ അപ്പോൾ അത്രത്തോളം കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പ്രോഫിറ്റ് കൂടി, അതുപോലെ സെയിൽസ് നല്ലപോലെ ഇൻക്രീസ്, അപ്പോൾ കമ്പനിക്ക് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ വർക്കേഴ്സിനും അതുപോലെ എല്ലാവർക്കും ആ കമ്പനിയിലെ എല്ലാവർക്കും നല്ലപോലെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. മൂന്നാമത്തെ പോയിന്റ് സർവൈവൽ. അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് സർവൈവൽ. നോ മാനേജ്മെൻറ്റ് ഷുഡ് ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് ടുഡേ വർക്ക്. ദേ ഷുഡ് പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ ബേസ്ഡ് അപ്പോൺ ദി പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ സർവൈവ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ഒരു മാനേജ്മെൻറ്റിലെ ഡിസിഷൻസും കാര്യങ്ങളും. അതാണ് സർവൈവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷനിൽ 3 പോയിന്റുകളാണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പ്രോഫിറ്റ്, രണ്ടാമത്തത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി, മൂന്നാമത് സർവൈവൽ. അടുത്തത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഓഫ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. Personal objective. An organization consists of several persons, so management aim to satisfy their needs and thus ensure their willing to cooperation, better remuneration, better work condition, opportunity for training, participation in management, etc. provided by the manager for the purpose. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു കമ്പനിയിൽ പല രീതിയിലുള്ള ആളുകൾ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. മാനേജ്മെൻറ്റിൽ പല രീതിയിലുള്ള ആളുകൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ നീഡ്സ് ആൻഡ് വാട്ട്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കമ്പനിയുമായിട്ട് കൂടുതൽ കോർഡിനേറ്റ് ചെയ്യുകയും അത് നമുക്ക് തന്നെ ഉപകാരപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്. Social objective. Management has to satisfy not only owners and workers but also persons outside to the organization like customers, government, etc. Providing better quality goods and lowest price, conserving natural resources, payment tax are some of the social objectives I should aim at. സോഷ്യൽ ഒബ്ജക്റ്റീവ്, സൊസൈറ്റിയോട് നല്ലൊരു ബന്ധമുണ്ടായിരിക്കുക, അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ട് കഴിയുന്ന മാക്സിമം ലോ പ്രൈസിൽ നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ കഴിയുക, അതേപോലെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക, ടാക്സുകൾ കറക്റ്റായിട്ട് അടക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പറഞ്ഞത്? ആദ്യമായിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, രണ്ടാമത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്, മൂന്നാമത് സോഷ്യൽ ഒബ്ജക്റ്റീവ്. അടുത്തത് നമുക്ക് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് 3 തരത്തിലുള്ള നേച്ചറുകളാണ് മാനേജ്മെൻറ്റിൽ കാണാൻ കഴിയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെൻറ്റ് ഈസ് ആൻ സയൻസ്, മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. മൂന്നാമത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് നമുക്ക് എന്താണെന്ന് പഠിക്കാം. മാനേജ്മെൻറ്റ് സയൻസ് ഈസ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് വിച്ച് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് ദെയർ എഫക്റ്റ്. നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിലൊരു റിസൾട്ട് ഉണ്ടാകും. പക്ഷേ മാനേജ്മെൻറ്റിൽ സയൻസ് ഡയറക്റ്റ് സയൻസ് അല്ല, മാനേജ്മെൻറ്റിൽ ഒരു ഇൻഎക്സാക്റ്റ് സയൻസാണ്. കാരണം ഒരു തിയറിയോ കാര്യങ്ങളോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഒരു ഉറപ്പുമില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും
നമുക്ക് എന്തുണ്ട് റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മൾ പലരുടെ തിയറി കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് സയൻസ് അല്ല. മാനേജ്മെൻറ്റ് ആസ് എ സയൻസിലെ കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, യൂണിവേഴ്സൽ ആക്സെപ്റ്റബിൾ പ്രിൻസിപ്പിൾ. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയ പ്രിൻസിപ്പിൾ ആയിരിക്കണം നമ്മൾ ഒരു മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത്, എ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. നമ്മൾ സയൻറ്റിഫിക്കലി ഒരു എൻക്വയറി ആ പ്രിൻസിപ്പിളിനെ പറ്റി നടത്തിയിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തത്, എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് ദെയർ എഫക്റ്റ്. നമ്മൾ ഒരു കോസും കാരണവും അതുപോലെ തന്നെ നമ്മുടെ തിയറിയും തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നാലാമത്തെ പോയിന്റ്, വെരിഫയബിലിറ്റി ഓഫ് പ്രിൻസിപ്പിൾ. നമ്മൾ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. അതൊരു റിയൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. ഇതാണ് വെരിഫയബിലിറ്റി ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അഞ്ചാമത്തത്, പ്രഡിക്റ്റബിൾ ഓഫ് റിസൾട്ട്. നമുക്ക് റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഇത്ര ഇതിനുള്ളിൽ നമ്മളുടെ ഇന്ന എയിം കിട്ടിയിരിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ്, യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഓഫ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത്, എ മെത്തേഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി. മൂന്നാമത്തത്, എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് ദെയർ എഫക്റ്റ്. നാലാമത്തത്, വെരിഫയബിൾ ഓഫ് ദി പ്രിൻസിപ്പിൾ. അഞ്ചാമത്തത്, പ്രഡിക്റ്റബിൾ ഓഫ് റിസൾട്ട്. അടുത്തത്, മാനേജ്മെൻറ്റ് ആസ് എ ആർട്ട്. ആർട്ട് എന്ന് പറയുന്ന ഒരു കഴിവ്. ഇപ്പോൾ ചിലർക്ക് മാനേജ് ചെയ്യാനുള്ള നല്ലൊരു കഴിവുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഇതിൽ മെയിനായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ട് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് ട്രെയിനിങ് ഡിസൈർഡ് റിസൾട്ട്. ഇൻ അതർ വേർഡ്സ്, സയൻസ് ടു സീക്ക് വേറാസ് ആർട്ട് ഈസ് ടു അപ്ലൈ നോളജ്. ആർട്ട് എന്ന് പറയുന്നത് ഒരു കഴിവ്. അതിൽ സിസ്റ്റമായിട്ടുള്ള ഒരു അറിവും അതുപോലെ ഒരു പ്രാക്ടീസും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ നമുക്ക് സാധിക്കും. അതിൽ ഫസ്റ്റ് പോയിന്റ്, അതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റാണ് പേഴ്സണൽ സ്കിൽ. അതൊരു വ്യക്തിപരമായ ഒരു സ്കില്ലാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ലപോലെ ഒരു മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അത് അദ്ദേഹത്തിനൊരു പേഴ്സണൽ സ്കിൽ, ഒരു കഴിവാണ്. അത് അദ്ദേഹത്തിന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ പോയിൻ്റാണ് കോൺക്രീറ്റ് റിസൾട്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല പോലെ മാനേജ് ചെയ്യാനുള്ളൊരു പേഴ്സണൽ സ്കില്ലുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരു മാനേജിങ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല പോലെ ഉറപ്പായിരിക്കും അതിൽ എന്തായാലും തീർച്ചയായും നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയിരിക്കുമെന്ന് അദ്ദേഹത്തിന് അത്രയും ഉറപ്പുണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിൻ്റാണ് പ്രാക്ടിക്കൽ നോളജ്. പ്രാക്ടിക്കലി ഉള്ള ഒരു നോളജ്, നമ്മളൊരു മാനേജ് ചെയ്ത് ഒരു പ്രാക്ടിക്കലി ഒരു നോളജ് എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്തതാണ് ക്രിയേറ്റീവ് ഇൻ നേച്ചർ. ക്രിയേറ്റീവ് നേച്ചർ, നമ്മൾ എന്ത് ചെയ്യണം, പല ഐഡിയോളജികളും പല സജഷൻസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാനേജ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതാണ് ക്രിയേറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. നമ്മൾ ഏതൊരു കഴിവാണെന്നുണ്ടെങ്കിലും ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ആറാമത്തെ പോയിൻ്റാണ് സിറ്റുവേഷണൽ. എപ്പോഴും ഒരേ ആവുകയില്ല ഒരു മാനേജ്മെൻറ്റ് പ്രോബ്ലംസും ഉണ്ടായിരിക്കുക. അപ്പോൾ പല രീതിയിൽ പല സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് മറികടക്കാനുള്ളൊരു കഴിവ്, അതിനെയാണ് സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. ഈ 6 പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് പോയിന്റ് പേഴ്സണൽ സ്കിൽ, രണ്ടാമത് കോൺക്രീറ്റ് സ്കിൽ, മൂന്നാമത് പ്രാക്ടിക്കൽ നോളജ്, നാലാമത് ക്രിയേറ്റീവ് നേച്ചർ, അഞ്ചാമത് കോൺസ്റ്റന്റ് പ്രാക്ടീസ്, ആറാമത് സിറ്റുവേഷണൽ. അടുത്തതൊരു ടോപ്പിക്, മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെന്റ് ഇത് രണ്ടും കൂടിയതാണോ? മാനേജ്മെന്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെൻറ്റ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ടിൽ പറയുന്നത് മാനേജ്മെൻറ്റിൽ സയൻസും ആർട്ടും ഒരു കോയിൻ്റെ രണ്ടറ്റം പോലെയാണ് എന്നാണ്. കാരണം എന്തെന്നാൽ മാനേജ്മെൻറ്റിൽ സയൻസിലെ കുറച്ച് സയൻറ്റിഫിക്കായ കുറച്ച് തിയറിയും കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാൽ നമ്മൾക്ക് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആൻഡ് ആർട്ട് എന്നാൽ
ഒരു പ്രത്യേക കഴിവ്, മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ്, അത് നമുക്ക് ഗോൾ അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അടുത്തത് നമുക്ക് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫീൽഡിൽ ഒരു ഡോക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ലോയർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവട്ടെ, അതിലൊരു സ്പെസിഫൈഡ് നോളേജ് ഉള്ള ഒരാൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൽ സ്പെസിഫൈഡ് നോളേജ് ഉള്ള ഒരു ആളെ മാനേജ്മെൻറ്റിൽ ഒരു സ്പെസിഫൈഡ് നോളേജ് ഉള്ള ഒരു ആൾ മാനേജിങ് ഒരു ഒക്യുപ്പേഷനായി ജോലി ചെയ്യാറുണ്ട്. അദ്ദേഹം റെമ്യൂണറേഷൻ ഫീസായിട്ടാവും വാങ്ങുക. അപ്പോൾ അതാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. A profession is occupation requiring specialized knowledge and training acquiring after a formal study. The knowledge so acquired should be based on instruction, guideline or advising others. അപ്പോൾ ഇതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റാണ് സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ആൻഡ് സ്കിൽ. സ്പെഷ്യലൈസ്ഡ് നോളേജ്, നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഇതിൽ വ്യക്തമായി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിന് നല്ലൊരു വ്യക്തമായൊരു പഠനം നടത്തി അതിൽ വിജയിച്ച ഒരാളായിരിക്കണം ആവേണ്ടത്. രണ്ടാമത്തെ പോയിൻ്റാണ് ഫോർമൽ നല്ലൊരു ട്രെയിനിങ് കിട്ടിയിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിന് പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ പ്രാക്ടീസ് ചെയ്ത് ടൈം നല്ലൊരു ട്രെയിനിങ് കിട്ടിയിരിക്കണം. എന്നാലേ നമുക്ക് സിറ്റുവേഷനുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. മൂന്നാമതാണ് സർവീസ് മോട്ടീവ്. ഒരു മാനേജർ എപ്പോഴും സർവീസ് മോട്ടീവ്, അല്ലെങ്കിൽ സർവീസ് മോട്ടീവ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് സർവീസ് ചെയ്യാനുള്ളൊരു മൈൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നാലാമത്തേതാണ് കോഡ് ഓഫ് കണ്ടക്റ്റ്. ഏതൊരു പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും അതിന് കുറച്ച് കോഡ് ആൻഡ് കണ്ടക്റ്റ്, കുറച്ച് ലോസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് എന്തായാലും അവർ പാലിക്കേണ്ടി വരും. അതാണ് കോഡ് ഓഫ് കണ്ടക്റ്റ്. അതുപോലെ തന്നെ മാനേജേഴ്സും കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട്സ് അനുസരിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഇപ്പോൾ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷനിൽ മെമ്പറായിരിക്കണം. അതുപോലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ഇതിൽ നമ്മൾ മെമ്പറായിരിക്കണം. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ എന്തായിരിക്കണം, ഒരു മെമ്പറായിരിക്കണം. അടുത്തത് ലാസ്റ്റ് പോയിൻ്റാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. ഈ പ്രൊഫഷൻക്ക് എല്ലാവർക്കും ഒരിക്കലും കടന്നു വരാൻ സാധിക്കുകയില്ല. കാരണം ഇതിൽ സ്പെഷ്യലൈസ്ഡ് നോളേജ് ഉള്ള ഇതിൻ്റെ എക്സാമുകളെല്ലാം പാസ്സായ ഒരാൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. ഈ 6 പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷനിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് പോയിൻ്റ് സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളേജ്, രണ്ടാമത് ഫോർമൽ ട്രെയിനിങ്, മൂന്നാമത് സർവീസ് മോട്ടീവ്, നാലാമത് കോഡ് ഓഫ് കണ്ടക്ട്, അഞ്ചാമത് പ്രൊഫഷൻ അസോസിയേഷൻ, ആറാമത്തത് റെസ്ട്രിക്റ്റഡ് എൻട്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, രണ്ടാമത് പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മൂന്നാമത് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, നാലാമത് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്, അവസാനം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇൻഫോം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിയിൽ PDF ലിങ്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. See you, take care.